ഹിരണ്യകശിപുവിന്റെ അക്രമങ്ങളിൽ വിറങ്ങലിച്ച ദേവന്മാർ തങ്ങളുടെ രക്ഷയ്ക്കായി സാക്ഷാൽ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. ഭയപ്പെടേണ്ട, സർവ്വദുരിതങ്ങൾക്കും താൻ പരിഹാരം കണ്ടെത്തുമെന്ന് മഹാവിഷ്ണു അവർക്ക് ഉറപ്പു നൽകി. അതേസമയം തന്റെ കൊട്ടാരത്തിൽ സ്വന്തം മകൻ പ്രഹ്ലാദനെ വധിക്കാനുള്ള ക്രൂരമായ തന്ത്രങ്ങൾ മെനയുകയായിരുന്നു ഹിരണ്യകശിപു. മകന്റെ ഹരിനാമ ജപം കേട്ട് ഹിരണ്യകശിപു കോപത്താൽ അലറി, വിഷ്ണു, വിഷ്ണു, എവിടെയാണ് നിന്റെ ആ ഭഗവാൻ വിഷ്ണു? എന്റെ ഭഗവാൻ തൂണിലും തുരുമ്പിലും ഇരിക്കുന്നു. അടിയുറച്ച വിശ്വാസത്തോടെ പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിനെ വെല്ലുവിളിച്ചു. കോപാക്രാന്തനായ ഹിരണ്യകശിപു ആ തൂൺ അടിച്ചു തകർത്തു. പെട്ടെന്ന് പ്രപഞ്ചത്തെ ഞെട്ടിച്ചുകൊണ്ട് അതിഭീകരമായ നരസിംഹരൂപം പുറത്തുവന്നു. അലറിക്കൊണ്ട് നരസിംഹമൂർത്തി പാഞ്ഞെടുത്തു. അസുര ചക്രവർത്തിയും ഭഗവാനും തമ്മിലുള്ള ആ ഘോരയുദ്ധം പ്രപഞ്ചത്തെ വിറപ്പിച്ചു. ആ ഘോരയുദ്ധത്തിനൊടുവിൽ പ്രപഞ്ചം സാക്ഷിയായി. ഹിരണ്യകശിപുവിന്റെ അഹങ്കാരത്തിന് നരസിംഹമൂർത്തി അന്ത്യം കുറിച്ചു.